ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ വിഷുബലം പറയുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിഷുബലം നക്ഷത്രങ്ങളെ വെച്ചിട്ടാണ് പറയുന്നത്. ഈ വർഷം നക്ഷത്രവുമായിട്ട് നക്ഷത്രം ഇരിക്കുന്ന കൂറുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റുള്ള രാശിയിൽ എവിടേക്കാണ് മറ്റുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വിഷുബലം പറയുന്നത്. പ്രത്യേകിച്ചും വ്യാഴൻ്റെയും ശനിയുടെയും ഒക്കെ എവിടേക്കാണ് നിൽക്കുന്നതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വിഷുബലം പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും ശരിയായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ ജാതകത്തിൽ വിശ്വസിക്കുന്നവർ ഇതൊക്കെ അവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് നമ്മൾ എത്ര പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാർ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പറയുന്നത് തിരുവോണ നക്ഷത്രക്കാരെ പറ്റിയാണ്. തിരുവോണ നക്ഷത്രക്കാർ തിരുവാണ്. കാരണം 3 നക്ഷത്രങ്ങൾക്കാണ് ബഹുമാനമുള്ളത്: തൃക്കേട്ടയും തിരുവോണവും തിരുവാതിരയും. തിരുവോണ നക്ഷത്രക്കാർ ജനിക്കുന്നത് മകരരാശിയിലാണ്. ഇവിടെ ചൊവ്വ വളരെ പ്ലസൻ്റായിട്ട് ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. പിന്നെ വ്യാഴൻ കർക്കടകത്തിൽ ഉച്ചരാശിയിൽ ഇരുന്നുകൊണ്ട് കംപ്ലീറ്റായിട്ട് വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ശനിയുടെ വീടാണ്. അപ്പോൾ അതുകൊണ്ട് മകരരാശിക്കാർക്ക് പ്രത്യേകതരമായിട്ടൊരു ബഹുമാനവും നല്ലൊരു അന്തരീക്ഷത്തിലാണ് അവർ കഴിയുന്നത്. പക്ഷെ അതേ സമയത്ത് സാധാരണ രീതിയിൽ ഇവരെ വലിയ പണക്കാരായിട്ട് ഇവരൊന്നും നമ്മൾ കാണാറില്ല. തിരുവോണ നക്ഷത്രക്കാർക്ക് വലിയ സമ്പത്തുള്ളവരായിട്ട് സാധാരണ കാണാറില്ല. തിരുവോണ നക്ഷത്രക്കാർ സ്വപ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്നവരാണ്. വ്യക്തിഗതമായിട്ട് പുരോഗമിച്ച് വന്നവരാണ്. വൃത്തിയുടെയും സാമ്പത്തിക അടക്കമുള്ളവരാണ്. മിശ്രഫലങ്ങൾ അവർക്ക് വരാം. പൈസ വരാം, പൈസ പോകാം. പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെങ്കിലും ഈ വർഷം കുറച്ച് പ്രയാസം ധനപരമായി വരാം. പക്ഷേ ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ വിജയങ്ങൾ കൈവരിക്കാനും കഴിയും. 2025 ആത്മസംയമനത്തിൻ്റെയും സ്ഥിര പ്രയത്നത്തിൻ്റെയും വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. ഭാഗ്യബലം വർദ്ധിക്കുകയും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പഠനോന്മുഖമായ ഉന്നത വിജയം പഠിക്കുന്നവർക്ക്, വിദ്യാഭ്യാസമുള്ളവർക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസം നിലനിർത്തുന്നത് നിർഭാഗ്യകരമായ സാഹചര്യവും മാറ്റുവാൻ സാധിക്കും. അവരുടെ ബിസിനസ്, കരിയർ എന്നിവ ജോലി സ്ഥലത്ത് വ്യവസ്ഥിതമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവാം. പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാനേജ്മെൻറ്റ് ഉദ്യോഗങ്ങൾ, സർവീസുകൾ, വിദ്യാഭ്യാസം എന്നിവയിൽ അഭിവൃദ്ധി ഉണ്ടാവും. അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൽ അഭിവൃദ്ധി ഉണ്ടാവും. അവർ ചെയ്യുന്ന ജോലിയിലൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാവും. വിദ്യാഭ്യാസത്തിലും നല്ല അഭിവൃദ്ധി ഉണ്ടാവും. പുതിയ അവസരങ്ങൾ ലഭിക്കും. പക്ഷേ ചൂടുപിടിച്ച തീരുമാനങ്ങൾ എന്തായാലും ഒഴിവാക്കണം. ഓഫീസ് നയങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ ബഹുമാനിക്കും. എന്ത് പറഞ്ഞാലും ഓഫീസിൽ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ബഹുമാനിക്കണം. വിളംബരങ്ങളെയും വിലയിരുത്തലുകളെയും ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കേണ്ടതാണ്. എന്തെങ്കിലും വിളംബരങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ ചിലവാക്കി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. വിളംബരങ്ങളും വിലയിരുത്തലുകളെയും ഒക്കെ പ്രത്യേക ദൃഢമനസ്സോടുകൂടി വേണം നേരിടാൻ. പിന്നെ തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് പ്രതീക്ഷിച്ച ഫലങ്ങൾ നേരിടാം. ഏത് കാര്യവും തന്ത്രപൂർവ്വം വേണം പ്രവർത്തിക്കേണ്ടത്. എന്നാൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നേടുവാൻ സാധിക്കും. സാമ്പത്തികമായി നിലപാടുകൾ ക്രമീകരിക്കേണ്ട വർഷമാണ് ഇത്. നിക്ഷേപങ്ങളിൽ നമുക്ക് ലാഭം പ്രതീക്ഷിക്കാം. വ്യക്തിഗത ചെലവുകൾ നിയന്ത്രിച്ച് നമ്മുടെ സേവിങ്സ് വർദ്ധിപ്പിക്കണം. അചഞ്ചലമായ സാമ്പത്തിക ഉറപ്പിനായി ഉള്ളിട നിക്ഷേപങ്ങൾ പരിഗണിക്കണം. കുടുംബ ചെലവുകൾ നിയന്ത്രിക്കണം. പണയം, ലോൺ എന്നിവ എടുക്കുമ്പോൾ വിശദമായ കണക്കുകൂട്ടൽ നടത്തണം. എന്തെങ്കിലും പണയം വയ്ക്കുകയോ ലോൺ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചടക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. കുടുംബപരമായ സന്തോഷം വളരെ മിശ്രഫലമായിരിക്കും. അത് നമുക്ക് വലിയ സന്തോഷകരമായിരിക്കും എന്ന് അടിച്ചൊക്കെ പറയാൻ പറ്റില്ല. ഒരു മിശ്രഫലമായ ഫലമായിരിക്കും വരിക. സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങളുമായി പരസ്പര പ്രീതി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹം, കുടുംബവർധന തുടങ്ങിയ സന്തോഷകരമായ സംഭവങ്ങളുണ്ടാകും. വീട്ടിൽ കുട്ടികളൊക്കെ ജനിച്ചേക്കാം. വൃദ്ധരോടുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ടി വരാം. വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നമുക്ക് നിറവേറ്റേണ്ടി വരും. വേദനകളും സാധാരണ അസുഖങ്ങളും ചിലപ്പോൾ വന്നേക്കും ഈ വർഷം. വയോജനങ്ങൾക്ക് ആരോഗ്യത്തിൽ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ്. വേദനകളും സാധാരണ അസുഖങ്ങളും വന്നേക്കാം. വയോജനങ്ങൾക്ക് ആരോഗ്യപരമായ ശ്രദ്ധ അത്യാവശ്യമാണ്. ആഹാരശീലം ഉറച്ചു നിൽക്കുകയും മിതമായ വ്യായാമം ചെയ്യുകയും വേണം.
ആരോഗ്യ പരിശോധനകൾ അടിക്കടി നടത്തണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ധ്യാനം അഭ്യസിക്കണം. ധൈര്യത്തോടെയും സഹനശീലത്തോടെയും പ്രതിസന്ധികൾ നേരിടണം. ചെലവുകൾ നിയന്ത്രിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യണം. കുടുംബ സൗഹൃദം നിലനിർത്താൻ ശ്രദ്ധിക്കണം. ആത്മസംയമനം ഉപയോഗിച്ച് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക. തിരുവോണ നക്ഷത്രക്കാർക്ക് സമാധാനത്തോടു കൂടിയും പുരോഗമനത്തോടു കൂടിയുമുള്ള ഒരു വർഷമായിക്കോട്ടെ ഈ 2025 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.